ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയില്ലേ അത് വലിയ കുഴപ്പമില്ല ഏട്ടാ. ഞാൻ ആലോചിക്കണതേ നമുക്ക് ഷിൻചാനും പിഞ്ചാനും കൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന്. ഇവിടെ പിന്നെ വീട്ടിലിരുന്ന് ബോറടിക്കാണേ. ആ ഫ്രാങ്ക്ലിനാ, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. വീട്ടിലിരുന്ന് ബോറടിക്കുക. അതെ, ഈ ഡ്രസ്സ് ഒന്ന് മാറ്. ഈ കോലത്തിൽ പോവല്ലേ? ആടെ പിഞ്ചാന് ഞാൻ ഡ്രസ്സ് മാറാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഏത് ഡ്രസ്സാടാ? ഞാനിപ്പോൾ ഇത് ആലോചിക്കണേ. ഫ്രാങ്ക്ലിനാ, ഇതെന്തത്? ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ. ബോക്സാ? ആ ശരിയാണല്ലോ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതെന്തൊരു ലോക്കറാണ്. മറ്റേ പാസ്വേഡ് അടിച്ച് തുറക്കണ സംഭവമാ. ഇതെങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന്? ഇതെൻ്റെ ഇല്ലേട്ടാ. ഇവിടെ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെവിടെ നിന്നാണോ വന്ന്? അണ്ണാ, എന്നാ പിന്നെ ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കി നോക്ക്. അതില് എന്താണോ ഉള്ളത്? എടാ പിഞ്ചാനെ, പക്ഷേ ഈ ബോക്സ് എങ്ങനെ ഓപ്പൺ ആക്ക? ഇതിൻ്റെ പാസ്വേഡ് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഇവിടെ എവിടെയെങ്കിലും വല്ല പേപ്പർ ഉണ്ടാ? ഞാനിപ്പോൾ അത് നോക്കണേ. വല്ല പേപ്പറൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചിലപ്പോൾ അതിൽ വല്ല പാസ്വേഡ് ഉണ്ടാവും. എന്തിട്ടായാലും ആ ലോക്കർ എൻ്റെ ഇല്ല, അതുറപ്പാ. അവിടെ ഇതിനു മുന്നേ ഉണ്ടായിരുന്നില്ലേ? ഏയ്, ഇവിടെ ഒരു പേപ്പർ ഉണ്ടല്ലോ. എടാ ഷിൻചാനെ പിഞ്ചാനെ, ഇത് നോക്കിയേ. ഇവിടെ ഒരു പേപ്പർ ഉണ്ട്. ഈ പേപ്പറിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ദ ടാസ്ക് ടു അൺലോക്ക് ദിസ് സേഫ്. ഐ ശരി, ആ ലോക്കർ തുറക്കാനേ നമുക്ക് പാസ്വേഡ് ഒന്നും വേണ്ട. പകരം ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിൽ പക്ഷേ 3 ടാസ്ക് ഉണ്ട്. ആദ്യത്തെ ടാസ്ക് ഇതാണ്: സ്റ്റീൽ എ സൈക്കിൾ ആൻഡ് മോഡിഫൈ ഇറ്റ്. സൈക്കിൾ മോഡിഫൈ ചെയ്യാനാ? നോക്കി നോക്കാം. രണ്ടാമത്തെ ടാസ്ക്: സ്റ്റീൽ എ യാട്ട് ആൻഡ് ബ്ലൂ അപ്പ്. ഒരു യാട്ട് കത്തിച്ചളയണം. മൂന്നാമത്തെ ടാസ്ക്: ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് പിന്നെ ഈസി ടാസ്കാ. അല്ല ഫ്രാങ്ക്ലിനാ, അതിലെന്താ പറഞ്ഞേ? സൈക്കിൾ മോഡിഫൈ ചെയ്യാനാ? ആട്ടോ ഷിൻചാനെ, നമുക്ക് ഒരു സൈക്കിൾ മോഡിഫൈ ചെയ്യണം. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഒന്നല്ല. നമുക്കത് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏട്ടാ ഷിൻചാനെ പിഞ്ചാനെ വായോ, നമുക്ക് പോയിട്ടേ ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. ആ ടാസ്കുകൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലേ? എടാ ഷിൻചാനെ, ഫ്രണ്ട് സീറ്റ് എന്റെയാ, മാറിപ്പോടാ. ഒന്ന് പോയടാ അവിടുന്ന്. ഫ്രണ്ട് സീറ്റ് എന്റെയാ, നീ ബാക്കിലിരുന്നാ മതി. എടാ നിങ്ങൾ തല്ലൂടല്ലേ? ഇപ്പോഴും ഫ്രണ്ട് സീറ്റിന് വേണ്ടി തല്ലൂടാ. ഗൈസ്, ഇത് കണ്ടില്ലേ? നമ്മളൊരു പുതിയ കാർ മേടിച്ചുട്ടാ. ഇത് ആക്ച്വലി ഒരു വെറൈറ്റി കാറാ. നിങ്ങൾ ശ്രദ്ധിച്ചാ? ഈ കാറിൻ്റെ ഫ്രണ്ട് പോർഷയുടെയും ബാക്കിൽ ഔഡിയുടെ ലോഗോയും ഉണ്ട്. പോർഷയും ഔഡിയും മിക്സ് ചെയ്ത വണ്ടിയാ. അതേപോലെ ഉണ്ട്. ഈ വണ്ടിയിലാണെങ്കിൽ സൺറൂഫും ഇല്ല. ഇത് ആക്ച്വലി ഒരു ചൈനീസ് കാറാ. ചൈനീസിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഇതിന് അധികം റേറ്റ് ഇല്ല. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പോർഷയെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടില്ലേ? പഴയ മാരുതി 800 പോലെയാ. ഒരു പഴയ ഇൻറ്റീരിയറാ. നടുക്കിൽ ടച്ച് സ്ക്രീനൊന്നും ഇല്ല. അതേപോലെ തന്നെയാ ഈ വണ്ടിയുടെ എൻജിൻ. ഒരു 1000 cc എൻജിനാ. അല്ലാണ്ട് പോർഷയുടെ ഔഡിയുടെ എൻജിനൊന്നുമല്ല. 1000 cc കുഴപ്പമില്ല, അധികം പവറൊന്നുമില്ല. എന്നാലും വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോവേ. ഫ്രാങ്ക്ലിനാ, വണ്ടിയുടെ വിശേഷമൊക്കെ പിന്നെ പറയാം. ആദ്യം പോയിട്ട് ആ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യ്. ആടെ പിഞ്ചാനെ, ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. വണ്ടി ചെറുതായിട്ട് ഇടിച്ചൂലോ. സീനില്ല, വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നില്ല. നമുക്കിനി ആദ്യത്തെ ടാസ്ക് ചെയ്യണം കേട്ടാ. അതിനായിട്ട് ഞാനിവിടെ ബീച്ചിൽ വന്നേക്കാ. നമുക്കൊരു സൈക്കിൾ വേണം. ഒരു സൈക്കിൾ മോഡിഫൈ ചെയ്യണം. അതാണ് ആദ്യം പറഞ്ഞ ടാസ്ക്. ബീച്ചിൽ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ സൈക്കിൾ ചോട്ടെ. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു സൈക്കിൾ അടിച്ചു മാറ്റാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരാൾ സൈക്കിൾ ചോട്ടുണ്ടേട്ടാ. നമുക്ക് തൽക്കാലേ ആ സൈക്കിളും അടിച്ചു മാറ്റാം. ഇറങ്ങടാ വണ്ടിന്ന്. ഇനി മുതൽ ഈ സൈക്കിളേ എൻ്റെ സ്വന്താ. വേം വിട്ടോ, സ്ഥലം വിട്ടോ. ഈ സൈക്കിള് കുഴപ്പമില്ലട്ടാ, അത്യാവശ്യം നല്ലൊരു സൈക്കിളാ. ഓക്കെ, നമ്മളങ്ങനെ സൈക്കിളൊക്കെ അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്കേ ഈ സൈക്കിള് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. അല്ല ഫ്രാങ്ക്ലിനാ, ഈ സൈക്കിൾ എങ്ങനെ മോഡിഫൈ ചെയ്യാ? ഇതിലൊന്നും ചെയ്യണ്ടേ?
അതിനെ ഞാനും ആലോചിക്കണേ. ഞാൻ പണ്ട് കുട്ടിക്കാലത്തെ സൈക്കിള് മോഡിഫൈ ചെയ്യാറുണ്ട്. എങ്ങനെയെന്ന് മനസ്സിലായ? ടയറിൻ്റെ അവിടെ ഒരു ഇല വയ്ക്കും. അന്നേരം വണ്ടിയിൽ എക്സോസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും, ഒരു സൗണ്ട് വരും. പിന്നെ നമ്മൾ LED ബൾബൊക്കെ വെക്കും. അങ്ങനെ വലുതും ചെയ്താൽ മതിയാ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഏട്ടാ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്കേ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോവാം. ബെന്നി സൈക്കിളായാലും പെടായിട്ട് മോഡിഫൈ ചെയ്യേ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് കേട്ടാ. ബെന്നി അവിടെ സൈക്കിളൊക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇവനിതിൽ എന്തുട്ടാണോ ചെയ്യണേ? എന്തൊക്കെ ചെയ്യണ്ട്. എന്തുട്ടായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. 1 hour later. ഓക്കെ, ബെന്നി എങ്ങനെ സൈക്കിളൊക്കെ മോഡിഫൈ ചെയ്തുട്ടാ. ഈ സൈക്കിളിൻ്റെ കളർ മാറ്റി. ആദ്യം ഇത് മഞ്ഞ കളറായിരുന്നു, ഇപ്പം ഇത് ബ്ലാക്ക് ആക്കി. ഇതിൻ്റെ മഡ് ഫ്ലാപ്പൊക്കെ എടുത്ത് കളഞ്ഞു. ഈ സൈക്കിളിൽ പിന്നെ ബൂസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബെന്നി പറഞ്ഞേ, ബൂസ്റ്റർ ഉണ്ടെങ്കിലേ ഈ സൈക്കിൾ നല്ല സ്പീഡിൽ പോവേ. നമുക്കപ്പോൾ ഇതിൻ്റെ സ്പീഡ് നോക്കി നോക്കാം. നമ്മളിപ്പോൾ നോർമലായിട്ട് ചവിട്ടാണെങ്കിൽ ഇത് 20 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോവുള്ളൂ. പക്ഷെ ബൂസ്റ്റർ ഇട്ടാൽ 100-ലൊക്കെ പോവും. ഇതേ കണ്ടില്ലേ, വണ്ടി 110-ലൊക്കെ എത്തി. നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ച ബൂസ്റ്റർ ഇടുമ്പോഴേ വണ്ടിയുടെ ബാക്ക് പോകുന്നുണ്ട്. അതെന്താണാവോ? ഈ സൈക്കിളിൽ പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് കേട്ടാ. അതെന്താന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ബെന്നി സൈക്കിളിലെ RPG ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റി റോക്കറ്റാ. നമുക്ക് ഇഷ്ടം പോലെ RPG വിടാം. പണ്ട് നമ്മുടെ ശിവയുടെ സൈക്കിളിലും ഇതുണ്ടായിരുന്നു കേട്ടാ. ശിവയുടെ സൈക്കിളിലും RPG ഉണ്ട്. അവൻ്റെ സൈക്കിൾ പക്ഷേ പറക്കും, നല്ല ഹൈറ്റിൽ പറക്കാൻ പറ്റും. ഈ സൈക്കിൾ പക്ഷേ പറക്കില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടാ. സൈക്കിൾ മോഡിഫൈ ചെയ്യാനാ പറഞ്ഞേ, അത് മോഡിഫൈ ചെയ്തു. ഇനി ആ സൈക്കിളിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഒരു യാട്ട് അടിച്ചു മാറ്റണം, എന്നിട്ടത് കത്തിച്ചളയാ. അങ്ങനെയാണ് ആ ടാസ്കിൽ പറഞ്ഞേ. നമുക്കപ്പോൾ അതും ചെയ്യാം. ഫ്രാങ്ക്ലിനാ, അതെ, രണ്ടാമത്തെ ടാസ്ക് ചെയ്യാൻ പറ്റേ. അതിൽ വേറെ ഒരു ടാസ്ക് ഇല്ലേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇത് പിന്നെ സിമ്പിൾ ടാസ്കാ, നമുക്കിത് ചെയ്യാം. ഗൈസ്, ഈ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്ക് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതുവരെയ്ക്ക് സബ് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ അങ്ങനെ മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇത് പിന്നെ സിമ്പിൾ ടാസ്കാ. ഇനി രണ്ടാമത്തെ ചെയ്യാം. അല്ല, ഈ ആട്ടിപ്പോൾ എവിടെ നിന്ന് കിട്ടുക? ഈ ആട്ടപ്പോൾ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയാൽ നമുക്ക് ഈ ആട്ട് കിട്ടും. അവിടെ 2-3 കാണാറുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും ബീച്ചിൽ വന്നേക്കാ. ഇവിടെ പിന്നെ ഈ ആട്ടുണ്ട് കേട്ടാ, 2 ഉണ്ട്. നമുക്കപ്പോൾ ആ കാണുന്ന ഈ ആട്ട് അടിച്ചു മാറ്റാം. ആ ആട്ടിൽ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. ഇല്ലില്ല, ആ ആട്ടിൽ ഒരാളും ഇല്ല. നമുക്കപ്പോൾ അതങ്ങ് അടിച്ചു മാറ്റാം. ഫ്രാങ്ക്ലിനാ, ആ ആട്ട് കത്തിച്ചളയനാ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആടശിഞ്ചാനെ, അതറിയാം. എനിക്കിത് കത്തിച്ചളയാൻ വലിയ താല്പര്യമില്ല. പോരാത്തിന് ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തല്ല ആ ലോക്കർ തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ടേലും ഒരു കാര്യം ചെയ്യാം, ഈ ആട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ഇതങ്ങ് കത്തിച്ചളയാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബുണ്ട്. ഇതൊക്കെ എടുത്തറിയാം. ഇനിയിപ്പോൾ നമുക്ക് ആ ബോംബൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ആ യാട്ടിൻ്റെ കാര്യത്തിൽ എങ്ങനെ തീരുമാനമായിക്കണട്ടാ. അത് മൊത്തം കത്തിക്കരിഞ്ഞു. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി. അതിൽ 3 ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 3 ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ആ ലോക്കർ ഇപ്പോൾ അൺലോക്ക് ആയിണ്ടാവും. 20 minutes later. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. എന്തായി, ആ ലോക്കർ അൺലോക്ക് ആയാ? ഇത് അൺലോക്ക് ആയിട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ വായോ, ഈ ലോക്കർ അൺലോക്കായി. നമുക്കപ്പോൾ അത് തുറന്നു നോക്കാം. Meanwhile. ഗൈസ്, എനിക്കതിന്നേ ഒരു ബാഗ് കിട്ടിയേക്കാണ് കേട്ടാ. ഈ ബാഗിൽ ഇനി എന്തുട്ടാണോ ഉള്ളത്?
ഇനി ബാഗ് തുറക്കാനായിട്ട് നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഏയ് അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടായാലും തുറന്നു നോക്കാം. ഓക്കെ, ഞാൻ ഈ ബാഗ് ഓപ്പൺ ആക്കിട്ടാ. ഇതിൽ നിന്നിട്ട് കിട്ടിയേ ഇതെന്തൊരു ട്രോഫിയാണ് കേട്ടാ. ഇത് പക്ഷേ സാധാരണ ട്രോഫി അല്ല, ഇതൊരു ഡയമണ്ടിൻ്റെ ട്രോഫിയാ. എടാ ഷിൻചാനെ, ഇത് നോക്കിയേ, ഇത് ഒറിജിനൽ ഡയമണ്ടാ. ഇതിപ്പോ ഏതായാലും കൊള്ളാണ്ടാ, നൈസായിണ്ട്. എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ഡയമണ്ടിൻ്റെ ട്രോഫിയെ ഭയങ്കര എക്സ്പെൻസീവാ. ഇതൊക്കെ വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും, കുറേ ക്യാഷ് കിട്ടും. നമ്മുടെ ഈ വീടില്ലേ, ഇതേപോലത്തെ 2 വീട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രയധികം ക്യാഷ് കിട്ടുക. ഇനിയിപ്പോൾ നമുക്കേ ഒരു പുതിയ കാറൊക്കെ മേടിക്കാം. ആ ചൈനയുടെ കാർ മാറ്റിയിട്ടേ ഒരു അടിപൊളി ജർമ്മൻ കാർ എടുക്കാം. അതിപ്പോൾ ഏതായാലും നൈസാവും. ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.